ഗന്ധർവന്റെ മ്യൂസിക് ഇട്ട് ഡോളി അമ്മായി ഒന്ന് യോധന. അല്ലല്ല ഇത് അല്ലല്ല ശ്രദ്ധിക്കൂ. അല്ലല്ല ഇതേതറിയാമോ ദശാവതാരത്തിന് ലാസ്റ്റ് പറഞ്ഞ ചൈനക്കാരൻ. അല്ല, എന്താണ് ഉദ്ദേശിച്ചത് താങ്കൾ ഗന്ധർവന്റെ പാട്ട്? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വെൽക്കം ടു കോമഡി മാസ്റ്റർ. അല്ല, ഞാൻ ഈ എൻട്രിയിൽ ഒരു സോങ് ഒക്കെ ഇട്ട് വന്നിട്ടേ നിങ്ങൾ എന്നെ കളിയാക്കിയതല്ലാതെ എന്തുകൊണ്ടാണ് ആ സോങ്? അല്ല, അതിലേക്ക് വരുമായിരുന്നു. അല്ല, അതെന്തോ ദേവി എന്ത് വരുന്നതിന് മുമ്പേ ആ സോങ് നിന്നു. അപ്പൊ ചിലപ്പോ അവർക്കും മനസ്സിലായിണ്ടാവും ദേവി അല്ലാന്ന്. അങ്ങനെ ഒരു ഡൗട്ട് നമ്മളും കൺഫ്യൂഷൻ ആയി, അവർക്കൊരു കൺഫ്യൂഷൻ ആയപ്പോ നമ്മളൊരു കൺഫ്യൂഷനിലായി പോയി. എന്തായാലും പുഴുത്ത് പറയാനുള്ള പറ. ഗന്ധർവന്മാരെ പറ്റി നമുക്ക് സംസാരിക്കാം. അയ്യടാ, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ആണോ? ഒരു മിനിറ്റ്, ആന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീതിയോ? കാസർഗോഡ് ഇടക്കിടക്ക് വരും. പ്രിയ സുഹൃത്തുക്കളെ, കാസർഗോഡ് ഗന്ധർവനെ കണ്ട കഥ അതാ നമ്മളോട് ശ്രീവിദ്യ പറയാൻ പോവുകയാണ്. ആ വെളിപ്പെടുന്ന സത്യം എന്റെ മനസ്സിൽ ഈ യക്ഷിയുടെ സഹോദരനാ? അല്ല, മെയിൽ വേർഷൻ ആണ് ഗന്ധർവൻ. മെയിൽ വേർഷൻ അല്ല, ഗന്ധർവന്റെ ഭർത്താവാണ് ഗന്ധർവൻ. ഗന്ധർവന്റെ ആണോ? ഇത് മറ്റേ ഇത് ചരിത്രം മാറ്റി എഴുതുമ്പോഴേക്ക് പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പശുവിന്റെ വൈഫല്ലേ? വൈഫല്ല, മാമൻ. പശുവിന്റെ മുറച്ചെറുക്കനാണ് കാണാം. ഇവരാണല്ലോ. അല്ലല്ല, സ്വർഗത്തിലെ ഗായകരാണ് ശരിക്കും പറഞ്ഞാൽ ഗന്ധർവന്മാർ. പാട്ടുകാരാണ് ഗന്ധർവന്മാർ. ഏഞ്ചൽ എന്നുള്ള രീതിയിലാണ് ഞാൻ, അതാണ് യക്ഷി മാലാകൻ. മാലാഖമാരും പാട്ടുകാരാണല്ലോ സ്വർഗത്തില്. അപ്പൊ പിന്നെ ഗന്ധർവന്മാരെ ക്ലാഷ് ആവൂല അവര് തമ്മിൽ പാടുമ്പോ? അല്ല, ഇവര് ഒന്ന് ബൈബിളില്, അല്ലല്ല, മറ്റൊന്ന് വേറെ പുരാണത്തിലുള്ള. അല്ലല്ല, ഇത് തമിഴ് സിംഗറും മലയാള സിംഗറും ഉണ്ടല്ലോ അണ്ണാ. അതുപോലെ തമിഴ് അടിച്ചുപൊളി പാട്ട് യക്ഷികളും പാട്ട് പാടാറുണ്ട്. ഏത് യക്ഷിയാണ്? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഇവരെ വെച്ചൊരു ബഗാഷം ചെയ്താല. അടുത്ത വേളാവൂർ ഉത്സവത്തിന് ബുക്ക് ചെയ്താലാണ്. അപ്പൊ ഈ പറഞ്ഞു വരുമ്പോ ഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു പാട്ടുകാരനാണ്. അവിടെ ട്രൂപ്പൊക്കെ ഉണ്ട്. ഇന്നെന്താണ് പാട്ടുകാരെ പെട്ടെന്ന് വാനിഷ് ആവുന്നത്? വൈകുന്നേരം മാത്രമേ വരുള്ളൂ. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ നൈസ് ആയിട്ട് ഭൂമിയിൽ വന്നിട്ട് കുറച്ച് ചിക്സിനെയൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ എനിക്ക് ഇവർ ആരും മീനിങ്, എനിക്ക് ആ മീനിങ് ആണ് ഇഷ്ടപ്പെട്ടത്. ഹസ്ബൻഡും വൈഫും. ഹസ്ബൻഡും പശുവും പശുവും കാളയും എരുമയും പോത്തും നമുക്ക് ഒരു കാര്യം ചെയ്താലാ, ആ സെറ്റ് മാറ്റിട്ട് അവിടെ കുറച്ച് ഞാറ് നട്ടാലോ? കാര്യം അത്രയ്ക്ക് ചെളി നിറഞ്ഞ് വളം പോലും ഇടണ്ട. മൂന്നിന്റെ ഒന്ന് കൊയ്യാ. പക്ഷെ അലിന, ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഇതിലുണ്ട്. നമ്മളെപ്പോഴും ആരാ പറഞ്ഞത്? ഗന്ധർവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഓൾവേസ് എപ്പോഴും ഒരു മെയിലാണ്, ഒരു ആണാണ് അല്ലേ, ഗായകനാണ്. കാരണം യക്ഷിയുടെ കൊണ്ടൊരു ഗന്ധർവി ഇല്ല. പിന്നെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിക്കൂടെ രാത്രി ഗന്ധർവി? അത് ഈ കേരളത്തിൽ ഈ സമയത്ത്. അതായത് ഗന്ധർവൻ എപ്പോഴും ഭൂമിയിൽ സ്ഥിരതാമസക്കാരനല്ല, റെന്റ് കൊടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതെ, അതായത് നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് ഒരു പെണ്ണ് ആത്മാർത്ഥമായിട്ട് ഗന്ധർവനുമായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സമയം കഴിയുമ്പോൾ ഭൂമിയിൽ നിന്ന് പോകും. സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവരങ്ങനെ സ്നേഹത്തിന് ഇങ്ങനെ വഞ്ചിച്ചിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമാവൂല. അല്ലണ്ണ, നമ്മളൊക്കെ ചെയ്താ തേപ്പ്, ഗന്ധർവൻ ചെയ്താ പോക്ക്. കാര്യം മനസ്സിലാവാത്തത്. പക്ഷെ ഇത് ഞാനൊരു ക്ലാരിറ്റി തരാം. ആക്ച്വലി സ്വർഗത്തില് നമ്മൾക്ക് ഇതുപോലുള്ള ഒരു സദസ്സുണ്ട്. അവിടുത്തെ ഗായകരാണ് ഈ പറഞ്ഞതുപോലെ ഗന്ധർവന്മാര്. അവിടുത്തെ ഫീമെയിൽ ഡാൻസേഴ്സ് ആണ് രംഭ, തിലോത്തമ, ആ ഒരു ഗ്യാങ്. അപ്പൊ രണ്ടുപേരും കൂടെ കോമഡി മാസ്റ്റേഴ്സിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം മുതൽക്കൂട്ട്, ലോക വിവരമുള്ള രണ്ട് ആൾക്കാർ സീരിയസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവര് സൈഡ് തപ്പി അങ്ങ് പോകും. ജനറൽ ഇല്ല, പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഞാൻ രണ്ട് ഗന്ധർവന്മാരെ കാണിച്ചു തരാം. ആ സെൻട്രൽ വാളിലേക്ക് നോക്കുവാണെങ്കിൽ ഗന്ധർവന്മാരെ കാണാം. ഓക്കെ, ദേവി ഫുൾക്കാൻ വെച്ച ഗന്ധർവൻ. ഇത് ഏത് ഗന്ധർവൻ? ഏത് കാലത്തെ ഗന്ധർവനല്ല ഇത്? ഈ ഗന്ധർവൻ അവിടുത്തെ ഗായകനല്ല, അവിടുത്തെ കീബോർഡിസ്റ്റ്. അല്ലല്ല,
ഇത് ഇങ്ങനെ വൈഫിന്റെ ആര്യയുടെ ബോ എടുത്ത് വെച്ചോണ്ടിരിക്കണത്. അയ്യോ എന്റെ മനസ്സിലെ ഗന്ധർവ രൂപം തച്ചൊടച്ച്. തച്ചൊടിച്ചു. ഇതല്ല അപ്പം ഇതല്ല മനസ്സിലുള്ള ഗന്ധർവൻ. ഈ ഗന്ധർവൻ എന്നല്ലെങ്കിൽ അടുത്ത ഒരു ഗന്ധർവനെയും കൂടെ നമുക്ക് നമുക്ക് നോക്കാം. നോക്കാം. ശരി, ആ ഗന്ധർവൻ ഇതാണോ നിന്റെ മനസ്സിലുള്ള ഗന്ധർവ്വൻ? ലുക്ക്. ഇത് ഗന്ധർവന്റെ മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ, മോൻ വളർന്നിട്ടില്ല. അല്ലല്ല, ഈ ഗന്ധർവന്റെ ലുക്ക് പിന്നെ ഒരു മറ്റേ ഇതുണ്ട്. ഏത് ഇവൻ ഇത് കറക്റ്റ് ഗന്ധർവനാ. കറക്റ്റ് അല്ല. കയ്യിലൊരു ടാറ്റു ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ശ്രീവിദ്യന്റെ ഏതോ എങ്കിലും അല്ല, ഗന്ധർവ്വൻ. ഇവനെ കണ്ടിട്ട് പിന്നെ ചീട്ട് കളിച്ച് കുണുക്കിട്ടിരിക്കും പോലെ. തലയിൽ കിരീടം വെച്ച് 2 കുണുക്കുണ്ട്. ആ ഗന്ധർവന് ഇപ്പൊ ലാസ്റ്റ് ആദ്യത്തെ ഗന്ധർവൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ആദ്യത്തെ ഗന്ധർവൻ പഴയതാണ്, ഇച്ചിരി ക്ലാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണിച്ച ഗന്ധർവൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു തേപ്പുകാരൻ ഗന്ധർവൻ. ഇത് വരണതേ ഉള്ളൂ മുട്ടിട്ട്. ഇപ്പൊ ഒരു ദിവസം ശരിക്കും ഗന്ധർവനാവാൻ പറ്റുകയാണെങ്കിൽ നോബി ചേട്ടാ, ഞാൻ ഗന്ധർവനായി കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെന്നങ്ങ് സംസാരിക്കും. ഇന്ന് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ ഒരു പാട്. ആരോട് അത് ഗന്ധർവനും അങ്ങനെ തന്നെ. സുന്ദരിമാരായ പെൺകുട്ടികളെടുത്ത്, നിങ്ങളടുത്തല്ലേ ചേച്ചിയോട് ചിലപ്പോ സംസാരിക്കുന്നത്. ഗന്ധർവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴാത്ത പെൺകുട്ടികളുണ്ടോ ചേച്ചി? പിന്നെ ഇല്ലല്ലോ. അടുത്ത എപ്പിസോഡ് ക്ലീൻ ഷേവിലൊന്ന് വന്നു നോക്കട്ടെ ഗന്ധർവന്റെ look. അയ്യോ അണ്ണന്റെ ക്ലീൻ ഷേവ് മുഖം അണ്ണൻ അറിയാലോ അണ്ണ. അഖിലാണ് ഗന്ധർവനാവുന്നതെന്ന് എനിക്ക് എന്നെ ചെയ്യും. ഞാൻ ഗന്ധർവനായി കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി ബാഗ് നോക്കി പോകും, തായ്ലൻഡിൽ പോകും. സൈലന്റ് പോവും. എന്നിട്ട് അതെനിക്ക് മനസ്സിലായില്ലല്ലോ. ഗന്ധർവനാവണത് അങ്ങ് പോയാ പോരെ. അതെന്താണ്? എടാ അതിന് ഗന്ധർവനാവണ്ടടാ, അല്ലാണ്ട് പോയി ടിക്കറ്റ്. അല്ലല്ല, തായ്ലൻഡിൽ ഇപ്പൊ മൊത്തം മലയാളികളാ. ഞാൻ പോയപ്പോ അങ്ങനെയായിരുന്നു. അതെ കരകരെ ഒരു സെക്കൻഡ്, ആ യാത്ര വിവരം ഒന്ന് കേക്കട്ടെ ആദ്യം. തായ്ലൻഡ് കഥയാണോ? പറ മോളെ. എന്താന്നറിയോ, നമ്മൾ അവിടെ എത്തും. വേറൊരു രാജ്യത്ത് നമ്മൾ പോവാണ്. പോയിട്ട് താമസിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ അവിടെ നിന്ന് ചേച്ചി എന്തെല്ലാന്ന് പറഞ്ഞ് ടൗണില്, നമ്മൾ ഇവിടെ ഒരു ടൗണിൽ എല്ലാ മലയാളികളും ഇപ്പൊ അവിടെ ടൂർ പോണത്. തായ്ലൻഡിലോ? തായ്ലൻഡില് ഒന്നും പ്രതീക്ഷിച്ച് ആരും പോരുത്. നമുക്കൊന്നും പറ്റത്തില്ല. ഞാൻ എന്ത് പോയിട്ട് പ്രതീക്ഷ? ഷോപ്പിംഗ് ഒക്കെ ഇല്ലേ, നമുക്കൊന്നും പറ്റത്തില്ല നീ പറഞ്ഞത്. പോയ സ്ഥലത്തിന്റെ കുഴപ്പമുണ്ട്. ശരി, അവാർഡ് കൊടുത്ത് നമ്മൾ മുടിയും. എനിക്കും തോന്നിയത്. ശരി, അപ്പൊ കരകരെ നിങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ പറയാം. പരിപാടി എല്ലാ തവണയും നിങ്ങൾ തെക്കേക്കര എന്ന് പറഞ്ഞ് ചാടി വീഴും. നിങ്ങൾ പരിപാടി അതങ്ങനെയാണ് തുടങ്ങണേ. അവിടെ വടക്കേ കരകര തവണ ഞങ്ങളാണ് നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരുന്ന ഗന്ധർവനെ കുറിച്ചല്ലേ, ഒരു കുട്ടി ഗന്ധർവൻ ഇറങ്ങാം. അങ്ങനെ എങ്ങനെങ്കിലും റീച്ച് കയറട്ടെ. കാത്ത് മേലെ, കാത്ത് കീഴേ, കാത്ത് സൈഡിലെ, കാത്ത് റൈറ്റിലെ, വീട്ട് മേലെ കാറ്റടിക്കുത്, കാറ്റ് ரொம்ப നാറ്റടിക്കുത്, സൈഡിലെ പാത്താ കുപ്പ മേടുമാ. കളഞ്ഞേ ഇത് കൂടി ചെയ്തുകൂടായിരുന്ന പച്ചക്കല്ല പോയി ബിരിയാണി, ബിരിയാണി, മാംഗോ ബൈറ്റ് ബൈറ്റ് മാ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. കാത്ത് മേലെ, കാത്ത് കീഴേ, കാത്ത് സൈഡിലെ, കാത്ത് റൈറ്റിലെ, വീട്ട് മേലെ കാറ്റടിക്കുത്, കാറ്റ് ரொம்ப നാറ്റടിക്കുത്, സൈഡിലെ പാത്താ ഉപ്പ മേടുമാ, ഉപ്പ മേടുമാ. നീ ഇങ്ങനെ റീലും ചെയ്ത് നടന്നോ? എടി 10ാം ക്ലാസ്സിൽ നീ 6 കൊല്ലാണ് തോറ്റത്. ഒരു ഉത്തരവാദിത്തം ഒരു പെണ്ണ്. എനിക്കല്ല ഉത്തരവാദിത്വം ഇല്ലാത്ത മുത്തശ്ശിക്കാ. എന്തോന്ന്? ഞാൻ 3 വട്ടം 10ാം ക്ലാസ് തോറ്റപ്പോ മുത്തശ്ശി എന്താ പറഞ്ഞേ? എടി നീ ഇനി തോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ കെട്ടിച്ചു വിടുമെന്ന്. എന്നിട്ട് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി 6 വട്ടം തോറ്റു വന്നു. എന്നിട്ട് കെട്ടിച്ചു വിടായിട്ടാണോ 10ാം ക്ലാസ് തോറ്റ പെണ്ണിനെ ആർക്കും വേണ്ടെന്നാ പറയുന്നത്? എനിക്കും ഇല്ലേ സങ്കടങ്ങളൊക്കെ. എന്റെ കൂടെ പഠിച്ച മഞ്ജു 3 കെട്ടി. ഒന്നും കൂടി കെട്ടിയിരുന്ന അവള് 4 കെട്ടിലെ മഞ്ജു ആവുമായിരിക്കും. അതല്ല, അവളുടെ പിള്ളേരെ വെച്ച് അവള് സ്വന്തമായിട്ട് ഒരു അംഗനവാടി നടത്തുവാ. എനിക്കും ഇല്ലേ ആഗ്രഹങ്ങള്? അംഗനവാടി നടത്താനാ? അല്ല, ഒരു കുഞ്ഞിക്കാല് വേണമെന്നും അതിനെടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കണമെന്നും ഒക്കെ. കുഞ്ഞിക്കാലല്ലെങ്കിലും കൊഞ്ചിക്കാൻ പറ്റിയൊരു കാലുണ്ട്. ഇന്നാ കൊഞ്ചിക്കേ ലാളിക്കേ ചുമവക്കേ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇത് കാലാണോ കൊഴക്കാല? എടി ഇതാണെടി കാല്. ഇത് കാലല്ല, ഇതാണ് ആണിക്കമ്പനി. ആണിക്കമ്പനി പോലും ഇത്ര ആണിയാണ്. എന്താടി നീ പറഞ്ഞ? എന്താ പറഞ്ഞെന്ന്? എടി ആണി കൊണ്ടാണ് അച്ഛനമ്മ ഇല്ലാത്ത നിന്നെ ഇത്രേ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഇതൊക്കെ കേൾക്കാനാണ് എന്നെ ഇവിടെ ഇട്ടേക്കുന്നേ. എന്നെ കൂടെ കൊണ്ടുപോ, എന്നെ കൂടെ കൊണ്ടുപോ. ഇതൊന്നും ആരും കേൾക്കുന്നില്ലേ? എന്നെ കൂടെ കൊണ്ടുപോ. മഞ്ജു വാര്യരൊന്നുമല്ല, കാവ്യ മാധവൻ. അയലത്ത് വരൂല. ശ്വേത ചേച്ചി, വല്ല അഭിനയം പഠിക്കാനുണ്ടെങ്കിൽ കണ്ടു പഠിച്ചോ. ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ. ആ മുത്തശ്ശി, എന്തായാലും കരഞ്ഞ ആ ഒരു മൂഡ് നിക്കല്ലേ, നമുക്ക് ഒരുമിച്ച് റീലിടാം. 1 മില്യൺ ഫോളോവേഴ്സ് ആവും. എന്റെ റീലും കൊണ്ടൊന്ന് പൊക്കാവുന്നു. എന്റെ റീൽസിനെ ഒന്നും പറയരുത് കേട്ടോ. എനിക്ക് 100K ഫോളോവേഴ്സും 250K കമന്റും ഉണ്ട്. എടി ഞങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നടി നീ പറഞ്ഞതൊക്കെ. ഞാനേ ഈ വയൽ വരമ്പി കൂടെ നടക്കുമ്പോ ബാക്കിന്ന് കൊറേ ഫോളോവേഴ്സും സൈഡിലിരിക്കുന്ന ചെക്കന്മാരുടെ കൊറേ കമന്റും. അതൊക്കെ ഒരു കാലം.
മുത്തശ്ശി എനിക്ക് വിശക്കുന്നു. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ആ 100K ഫോളോവേഴ്സിന് എടുത്ത് കുറച്ച് കറിയും 250K കമന്റ് എടുത്ത് കുറച്ച് തോരൻ ഉണ്ടാക്കി വെക്കും. അത് അമ്മ കഞ്ഞിക്ക് കൂട്ടി കഴിക്കാമല്ലോ. എടി പെണ്ണെ, ഞാൻ അവിടെ കഞ്ഞി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച് പറയാൻ നോക്കിക്കോളണം. ആ കഞ്ഞിയെക്കാട്ടിലും വലിയ തിളയാണല്ലോ അമ്മൂമ്മ ഇവിടെ നിന്ന് തിളക്കുന്നത്. ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം. മുത്തശ്ശി ചെരുപ്പിട്ടോണ്ട് പോ. ചെരുപ്പ് എടുക്കാൻ പോകുന്ന ഞാൻ എന്തിനാടി ചെരുപ്പ് ഇട്ടോണ്ട് പോകുന്നു? ഈ പ്രാവശ്യത്തെ റീലിന് ഒട്ടും റീച്ച് കിട്ടിയില്ല. എന്തായാലും സെന്റിമെന്റ്സ് കയറി പിടിച്ച് ഒരു റീൽ ഇടാം. ഹായ് ഗായ്സ്, ഒരു പഴമോഹം എന്റെ ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനവിടെ ഇൻസ്റ്റഗ്രാമിലേക്കാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് റീൽസ് ചെയ്തത്? ഈ കണ്ണീര് കാണാനോ അതോ റീച്ച് കുറയ്ക്കാനോ ആണോ? അതോ എന്നും മുടങ്ങാണ്ട് റീൽസ് ചെയ്തതിന് തന്നതാ? ഇല്ല, ഇനി ഞാൻ റീൽസ് എടുക്കില്ല, നോക്കിക്കോ. എന്തായാലും ഒരു 10 ലൈക്കെങ്കിലും കിട്ടുമായിരിക്കും. എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് പെട്ടെന്ന് അടിക്കണേ എന്റെ സൂക്കർബർഗേ. ആരാ എന്നെ കണ്ടിട്ടുണ്ട് തോന്നുന്നു. ഒറ്റ ഒരെണ്ണം വെച്ച് തരാൻ. ഞാൻ ഗന്ധർവൻ. ഞാൻ കണ്ടായിരുന്നു, നല്ല അടിപൊളി സിനിമയായിരുന്നു. ഈ സിനിമ ഇറങ്ങിയ ശേഷം എനിക്ക് എവിടെ ചെന്നാലും ഒരു വരയില്ല. കുട്ടി, നാം ഗന്ധർവൻ. പിന്നെ കണ്ടാലും പറയും. അതെ, ഈ കാണുന്ന ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ ഗന്ധർവനാന്ന്. തലയിൽ ഒരു LED ലൈറ്റും വെച്ചോണ്ട് ഡിസ്കോ ഡാൻസറാ വേണ്ടി വന്നാൽ ഈ ഗന്ധർവൻ ഡിസ്കോയും കളിക്കും. ഡിസ്കോ ഡാൻസർ, ഡിസ്കോ ഡാൻസർ. അപ്പൊ ശരിക്കും ഗന്ധർവനാ? പിന്നെ ഇത്ര നേരം പറഞ്ഞു കുട്ടി, ഈ ഗന്ധർവന് നിന്ന നിപ്പിൽ അപ്രത്യക്ഷനാവാൻ കഴിയും. അന്നൊന്ന് അപ്രത്യക്ഷനാവോ പ്ലീസ്? കണ്ണടയ്ക്കൂ, കണ്ണുറക്കൂ. അയ്യോ, ഗന്ധർവൻ അപ്രത്യക്ഷനായി. ഇവിടെ അപ്രത്യക്ഷനായില്ലേ? ഇത് മാത്രമല്ല, ഈ ഗന്ധർവന് മാനാവാനും മയിലാവാനും. ഈ ഡയലോഗ് പറയുമ്പോ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊച്ചു വിശ്വസിക്കൂല. മാനത്ത് അത് ഞങ്ങളുടെ ഗന്ധർവലോകത്തെ മൈക്ക് സെറ്റുകാരന് ഡയലോഗിന് ഡീലേ ഇടൂലെന്ന്. ഈ ഗന്ധർവന്റെ ഹോബി എന്തൊക്കെയാ? എന്നെ പറ്റി പൊക്കി പറയുമെന്ന് ആരും വിചാരിക്കുന്ന എന്റെ ഹോബീസ് എന്ന് വെച്ചാൽ ഇല്ല, എനിക്കെന്നാ പറയണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഈ ഗന്ധർവലോകത്തെ ഒഴിവു സമയങ്ങളിൽ ഗാനമേളക്കൊക്കെ പോവും. അതുകൊണ്ട് തന്നെ എല്ലാരും ഗാനഗന്ധർവൻ എന്നാണ് വിളിക്കാറ്. എങ്ങനെയാ വന്നേ? ശാപം കിട്ടി. ശാപം കിട്ടിയായിരിക്കൂല, ഈ കോമഡി അവിടെ അടിച്ചിട്ട് അവര് പറഞ്ഞു വിട്ടതായിരിക്കും. വന്ന് കേറിയില്ല, വിളിയും തുടങ്ങി. എന്താ നിന്നെ ഞാൻ കായംകുളത്തെ കന്യകയുടെ വീട്ടിലല്ലേ പോവാൻ പറഞ്ഞത്? അല്ല, എന്നോട് ഇവിടെ തന്നെ പറഞ്ഞത്. കായംകുളത്തോട്ട് വന്ന 16-ാം നമ്പർ ഗന്ധർവനാ. ഞാൻ 20-ാം നമ്പർ താണ്ടെ ഒന്ന് മാറ്റിക്കോ. അതാരാ? അത് ഞങ്ങളുടെ ഗന്ധർവലോകത്തെ സ്പീക്കറാ. പുള്ളിയെ മനസ്സിലായില്ലയോ? നമ്മളെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ അനൗൺസർ ആയിരുന്നു. കോട്ടയം, പാല, ഏറ്റുമാനൂർ വഴി മുണ്ടക്കയത്ത് പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ ഇടത് ഭാഗത്തായി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് ശാപം കിട്ടി അങ്ങോട്ട് വന്നതാ. അതെ അതെ, എന്താ ഗന്ധർവനെ എനിക്ക് ഇഷ്ടാ. കിടക്കുന്നു. നമ്മളൊന്നും പറയാൻ വേണ്ട, നമ്മളൊന്നും ചെയ്യാൻ വേണ്ട. അത് അതിന്റെ കറക്റ്റ് റൂട്ടിൽ നാണിച്ചിട്ടാ. പിന്നെ ചാടിക്കറി ഇഷ്ടമെന്ന് പറഞ്ഞു നോക്കാം. നാണം. ഗന്ധർവ, ഗന്ധർവനെ ഇഷ്ടാണോ? പറ. ഗന്ധർവനെ മിന്നി കേട്ടോ. പറ. എനിക്ക് വെള്ളയില് മഞ്ഞപ്പൂക്കളുള്ള സാരി മേടിച്ചു തരുവോ? എന്നെ കോട്ടയത്തോണ്ട് സിനിമ കാണിക്കോ? പറ. ആഹാ, നിന്നെ കോട്ടയത്തോണ്ട് സിനിമ കാണിക്കാം. മിന്നി കേട്ട വെള്ളയില് വട്ടമുത്തുള്ള സാരി മേടിച്ചു തരും. പിന്നെ പറ, എന്നാ വേണം? എന്നാ വേണം? ഗന്ധർവ. ഗന്ധർവ ഗന്ധർവ മറ്റെന്തെങ്കിലും കാരണമാണോ ഗന്ധർവ എന്ന് വിളിക്കുന്നത്? ഗന്ധർവ, നിന്റെ പാദസ്പർശം ഭൂമിയിലില്ലല്ലോ ഗന്ധർവ, നീ എവിടെയാണ്? മരത്തിന്റെ മണ്ടക്ക് കയറിയിരിക്കുന്നു. ഞാൻ മെയിൻ ആളാണ്. അയ്യോ, അവര് പറഞ്ഞ അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ. പിന്നെ അവൻ തൊണ്ട കയറി വർത്താനം പറയുമ്പോ അവൻ അങ്ങ് നിർത്തിക്കോളും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിർത്തിയേ ആലോചിക്കുന്നത്. ആലിക്കട്ടെ, അല്ലിപ്പ ഇറങ്ങ്. അല്ല, പാല് മേടിച്ചാരാന്ന് പറയല്ലേ, കുറച്ചേരം കൂടി ഇരിക്കട്ടെ. അല്ലിപ്പ ഇറങ്ങ്. ദേ, മുത്തശ്ശി വന്ന് ഗന്ധർവനെ എന്നെ കണ്ട ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പോണേ. നീ പോവല്ലേ? ഞാൻ പോണ് ഗന്ധർവ, ഞാൻ പോട്ടാ. നിനക്ക് പോണെങ്കി പോവാ. നിന്നെ ഞാൻ പിടിച്ചു വെച്ച് എന്നൊന്നും ഞാൻ പറയൂല. നിനക്ക് പോവാൻ വരാം, പോവാൻ വരാം, പോവാൻ വരാം. തുറന്നങ്ങ് വിട്ടേക്കുവോ? മക്കളെ, മക്കളെ,
അയ്യോ ആടിന്റെ കെട്ടഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇത് ഞാൻ ആടി മുത്തശ്ശി. അയ്യോ മുത്തശ്ശി വരുന്നു. നിങ്ങൾക്ക് അപ്രത്യക്ഷമാവാൻ പറ്റുമെന്നല്ലേ പറഞ്ഞ? അപ്രത്യക്ഷമാവും പ്ലീസ്. അത് വന്നപ്പോ പലതും പറയും എന്നും പറഞ്ഞ് നീ കണ്ടിറക്കിയാൽ അപ്രത്യക്ഷമാവാം. ആരാടിയാ പോയത്? ആരോ കണ്ടല്ലോ. ആരും പോയില്ല. ആണ്ടടേ ഇന്നും അമ്മമ്മ അമ്പലത്തിൽ നിന്ന് ചെരുപ്പെടുത്തോണ്ട് വന്നു. നിങ്ങൾ ഇത് കേക്കണം. ഇതുപോലെ ഒരു ദിവസം എടുത്തോണ്ട് വന്ന ചെരുപ്പിട്ടോണ്ട് ഞാൻ സ്കൂളിൽ ചെന്നു. എന്റെ കൂടെ പഠിക്കുന്ന സിന്ധു ചോദിക്കുക, എന്റെ അമ്മച്ചിയുടെ ചെരുപ്പനാടി നിന്റെ കാലി വന്നേന്ന് എന്നും പറഞ്ഞോണ്ട് അവൾ അത് എടുത്തോണ്ട് പോയി. പിന്നെ നഗ്ന പാതയാലാണ് ഞാൻ വീട്ടിലെത്തിയത്. നാളെ എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. പ്രാർത്ഥിച്ചിട്ട് മതിയാവുന്നില്ല. നിങ്ങൾ പറ. അതാണ് ഇപ്പോഴത്തെ വിഷയം. ആരാടി ആ ഉള്ളിലേക്ക് പോയത്? അതൊരു ബ്ലോഗർ. ബ്ലോഗറോ? എടാ ബ്ലോഗറെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്റെ അടുക്കളയിൽ നിന്ന് ബ്ലോഗ് ചെയ്യാതെ. बतापी गणपति बजे बजे हम. बतापी गणपति बजे बजे हम. बतापी गणपति बजे बजे हम. बजे बजे हम. बजे बजे हम. വ്ളോഗർ ആണോ അതോ ഡാൻസറോ? വ്ളോഗിംഗ് വിത്ത് ഡിജെ. അശ്ശോ മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? ഇൻസ്റ്റയിലൊക്കെ നിറയെ ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് റിക്വസ്റ്റ് വന്നാ നമുക്ക് ഒരുമിച്ച് ഒരു റീൽ എടുത്താലോ എന്ന്. അല്ലേ ഗന്ധർവ? അതെ അതെ. റീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. 3, 2, 1 ഗോ. ഓ പൊന്നു ഗന്ധർവ അങ്ങനെ എങ്ങ് പോവല്ലടാ. കഞ്ഞി കുടിച്ചിട്ട് പോവണ്ട. ഉപ്പു തേങ്ങ ചമ്മന്തി അച്ചാറും കൂട്ടി തരണ്ട. വന്ന് കുടിച്ചിട്ട് പോവടാ ഗന്ധർവ. ആണ്ടാ പിന്നെ വിളിക്കുന്നു ഇവനെ കൊണ്ട് തോറ്റീന്. നീ മിണ്ടി എന്റെ വായിക്കകത്ത് കല്ലെടുത്തെറിയുന്ന നേരം കൊണ്ട് നീ ഗന്ധർവ എന്ന് വിളിക്കുന്നല്ലോടാ. നിനക്കിതൊക്കെ കണ്ടിട്ട് സൂഹിക്കുന്നില്ലേ? ഗന്ധർവ അടക്കടാ. ആഹാ നീ ഇതൊക്കെ കൊണ്ടല്ലേ വിളിക്കുന്നു ഈ സാധനം കൊണ്ട്. ഇനി നീ എങ്ങനെ വിളിക്കുവാടാ? ഇടിയാ 20 മായ്ച്ചു കളഞ്ഞാൽ അവൻ പിന്നെ വിളിക്കും. ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. ഞാൻ ഇവളെ കെട്ടി ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പോവാ. എന്താടാ നീ പറഞ്ഞ? ഇവളെ കെട്ടു ഇവിടെ സുഖമായിട്ട് ജീവിക്കുമെന്ന്. നീ ഇവളെ മിന്നു കെട്ടുവോ? പറ. നീ ഇവളെ കോട്ടയത്തോടെ സിനിമ കാണിക്കോ? നീ ഇവക്ക് വെള്ളയിൽ പച്ചക്കൊത്തുള്ള സാരി മേടിച്ചു കൊടുക്കോ? പറ. ആഹാ ഞാൻ ഇവിടെ കോട്ടയത്തോണ്ട് സിനിമ കാണിക്കും, മിന്നും കെട്ടും അല്ലേ? പറ. എന്തിനാ മുത്തശ്ശി കരയുന്നേ? എനിക്ക് ഇപ്പോഴാണ് സന്തോഷായത്. എന്തിന്? 10ാം ക്ലാസ് തോറ്റ നിനക്ക് ഒക്കത്ത് വെക്കാൻ പറ്റിയൊരു ഭർത്താവിനെ കിട്ടി, കൊഞ്ചിക്കാൻ പറ്റിയൊരു കുഞ്ഞിക്കാലും കിട്ടി. സന്തോഷായില്ലേടി? പറ. സൂപ്പർ. പിള്ളേരൊക്കെ വേറെ ലെവൽ. അടിപൊളി സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഒരു സീരീസിന്റെ ഒരു ആ ബിറ്റ് എടുത്ത് നാഗേന്ദ്രൻ അത് നിങ്ങൾ നന്നായി ചെയ്തു. പക്ഷെ ഈ ഗന്ധർവൻ മോനെ എങ്ങനെ സൂപ്പറായി ചെയ്തിട്ടുണ്ട് മോനു. എല്ലാരും കേട്ടോ ഇവിടെ അമ്മച്ചി പറയേ വേണ്ട. ഏത് ക്ലാസ്സിലാണ്, എന്താ പേര് എന്നൊക്കെ പറയും. ഞാൻ 9ൽ അമ്മയാന്ന പേര്. നല്ല വോയിസ് മോഡുലേഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. മോള് പറയൂ. ഞാൻ 9th പഠിക്കുന്നു. എന്റെ പേര് ബാലാമണി. ബാലമണിന്റെ സ്ട്രെങ്ത് ഭയങ്കര സ്ട്രെങ്ത് ആണ്. സ്റ്റേജ് ഫുള്ളും ഇങ്ങനെ വേറെ ലെവൽ. നമ്മുടെ ഗന്ധർവനോ? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സൈന്ദു. എന്നിട്ടാണ് 9ാം ക്ലാസ്സിലെ പെട്ടിന്റെ വേളിക്കാ ചാടിക്കാറ്. പേര് വേണ്ടേ? പേര് അപ്പം നിനക്കിന്ന് വൈകുന്നേരം എന്റെ വക കഞ്ഞി ഒരു പേര്. സൂപ്പർ ചെയ്തു മോനെ. നല്ലൊരു എനിക്ക് പറയാൻ നിങ്ങൾ എന്ത് നല്ല സ്കിറ്റാണ് ഇറക്കിന് ഇവിടെ. സൂപ്പറായിരുന്നു. ഹലോ ഞങ്ങളും അത് സമ്മതിക്കുന്നു. നമ്മളത് അഗ്രി ചെയ്യുന്നു. പൊളിച്ചു. അടിപൊളി. അപ്പൊ ഇത്രയൊക്കെ ഇംപ്രഷൻ ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ നിക്കുന്ന രീതിയിൽ തുടക്കം തന്നെ അങ്ങ് കയറ്റി എടുത്ത് വെച്ചിരിക്കാണ്. ഇറക്കരുതേ ശ്രീ. ഇല്ല ഇവരിങ്ങനെ നിൽക്കട്ടെ. തെക്കക്കര നിങ്ങളുടെ കയ്യിൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുമ്പോ ആ സസ്പെൻസ് അങ്ങ് പൊട്ടിക്കാം. ഞങ്ങളുടെ കയ്യിലും ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കണം. അപ്പൊ വടക്കേക്കര തെക്കക്കര തമ്മിലുള്ള യുദ്ധം ഇനി മുന്നോട്ടേക്ക് പോവാണ്. വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഫുൾ ഓൺ ഫൺ. എന്റെ ദൈവം മണി 8ആയി.
9 മണിക്കെങ്കിലും ഇവിടെ എത്തിയാലേ മുഹൂർത്തത്തിന് അവിടെ എത്തുള്ളൂ. ഒറ്റെണ്ണവും കുളിച്ചിട്ടില്ല, റെഡി ആയിട്ടില്ല. അതെ, ഇവിടെ ബാത്റൂം ഫ്രീ ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് കുളിച്ചോ. അയ്യോ നേരം പോയി നേരം. അയ്യോ നാത്തോനെ കയറില്ല ഞാൻ ആദ്യം കയറട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് എന്റെ മകന്റെ കല്യാണല്ലേ, അപ്പൊ ഞാനല്ലേ അമ്മ എന്നുള്ളതല്ലേ ആദ്യം കുളിക്കേണ്ടത്. ഇന്നെങ്കിലും ഞാനൊന്ന് കുളിക്കണ്ടേ? എന്റെ നാത്തോനെ, ഞാൻ കുളിച്ചാലല്ലേ പോയി മുല്ലപ്പ് വാങ്ങിക്കാൻ പറ്റൂ. ഓ മുല്ലപ്പൊക്കെ, യോ ദേ ബസ് ഓണടിക്കുന്നു. മുല്ലപ്പൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം. ഞാൻ കുളിക്കട്ടെ. അതെ, ഇവിടെ കിടന്ന് തിരുവാതിര വിളിക്കാതെ ആരെങ്കിലും ഒന്ന് കുളിക്ക്. ഇത് തല്ലി പിടിച്ചങ്ങനെ ശരിയാക്കണ. ചേട്ടാ ഞാൻ കുളിക്കാം, ഞാൻ കേറാം. എന്റെ വൈഫ് വന്നുണ്ട്, അവൻ കുളിക്കട്ടെ. മാറങ്ങോട്ട്, ഞാൻ കേറാം. അതെ, എന്റെ മോളിങ്ങോട്ട് പോയേ. അമ്മായി കുളിച്ചാലല്ലേ താലം എടുക്കാൻ പറ്റൂ. താലം എടുത്താലല്ലേ മണവാളിന് പന്തലിൽ കയറാൻ പറ്റൂ. എന്റെ പൊന്നമ്മായി താലോ നെറ്റിപ്പെട്ടൊക്കെ പിന്നീട് ഞാൻ കുളിച്ചാലേ പെട്ടി എടുക്കാൻ പറ്റൂ. നിന്നെ കെട്ടിയെടുക്കുന്നതിന് മുമ്പ് ആ ചെറുക്കനോടൊന്ന് കുളിക്കാൻ പറ. അവൻ എന്നെ കെട്ടേക്കാം. അമ്മ എന്ത് വർത്താനം പറയണം? നമ്മുടെ മോളല്ലേ, അറിയാല്ല. ഈ കാണുന്ന പടവളപ്പ് എഴുതി കുളിച്ചു കഴിയുമ്പോ എല്ലാം കഴുകി പോകും. അത് കഴിഞ്ഞ് ഇതേ സെറ്റപ്പ് ആണെങ്കിൽ കുറെ സമയം എടുക്കും. അവള് കുളിക്കട്ടെ. അവള് കുളിക്കാവുന്ന കോലോണാടാ ഇത്. പോയി സോപ്പും തോർത്തു. അയ്യോ ചേട്ടാ നോക്കിക്കോളേ, ഞാനിപ്പോ വരാം. ഞാൻ ഡോർ നോക്കിക്കോളാം. അവിടെ അവള് സോപ്പ് തോർത്ത് എടുക്കണ എടുത്ത് ഞാൻ കുളിക്കണം. മാറാങ്ങോട്ട്. അയ്യോ, അപ്പൊ ഞാൻ ഇവിടെ കുളിക്കും. നാത്തൂനൊരു കാര്യം ചെയ്യും, ആ ഭാർഗവൻ ചേട്ടന്റെ ബാത്റൂമിൽ ഇപ്പൊ കുളിക്കും. അയ്യോ, അങ്ങോട്ട് പോകട്ടെ. അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അവിടെ പറ്റാണ്ടാണ് ഇവിടെ വന്ന് കുളിച്ചത്. ഭാർഗവൻ ചേട്ടൻ തന്നെ അവിടെ അമ്പലക്കുളത്തിലാണ് കുളിക്കണം. എന്നാ നാത്തൂനെ ആ അമ്പലക്കുളത്തിൽ പോയി കുളിക്കും. അയ്യോ, എന്നിട്ട് വേണം സകലവന്മാരുടെ മൊബൈലിൽ എന്റെ വീഡിയോ വരാൻ. അയ്യോ, അത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാരൊന്നും ഈ നാട്ടിലില്ലപ്പാ. അങ്ങോട്ട് വിട്ടോ. ആ അമ്മാവൻ വന്നിട്ടല്ല. ഇവിടെ ഒരു ബഹളം. അതെന്താന്ന് വെച്ചാൽ ഈ കല്യാണ വീടാണല്ലോ, ആകെ ഒരു ബാത്റൂമേ ഉള്ളൂ. അതിന്റെ ഒരു ബഹളമാണ്. എന്നാ നീ ഒരു കാര്യം ചെയ്യണം, ഒരു മേശയും കസാര ഇവിടെ പിടിച്ചിട്ടിട്ട് കമ്പർട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ചില്ലറ ഒപ്പിക്കാൻ പറ്റത്തില്ലേ? നല്ല ഐഡിയ. ഇതെവിടെ പോയി കുപ്പിയൊക്കെ ആയിട്ട്? എനിക്കറിയാവുന്നു ഇതിന്റെ വരും വരായൊക്കെ എന്ത് വരുമെന്ന് എനിക്കറിയാവുന്നു. ഇഷ്ടം പോലെ കല്യാണം കൂടിയിട്ടുള്ളവനാ ഞാൻ. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു പറമ്പ് ഞാൻ കണ്ടുവച്ചായിരുന്നു. നീ പോകുന്നുണ്ട് എങ്ങ് പൊക്കോ. അയ്യ, പറമ്പില്ല, ഞാനില്ല. എടാ നല്ല ഫ്രഷ് തെങ്ങിൻ ചോട്. ഞാനില്ല. 2-3 കട്ടുറുമ്പും ചില ചൊറിയങ്കണനുണ്ടെന്നല്ലാതെ വേറെ ഒരു വിഷയവും ഇല്ല. ചൊറിയണമല്ലോ എങ്ങനെ ഇരുന്ന് എന്നാന്നറിയത്തില്ല, രാവിലെ മുതൽ വയറിന് ചെറിയൊരു കംപ്ലൈന്റ്. വയറിന് കംപ്ലൈന്റ് ഉണ്ടാകും. ഇന്നലെ ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേർ അവിടെ ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്ന സമയത്ത് അമ്മാവൻ ഈ ഗ്ലാസ് കൊണ്ട് പിച്ചക്കാരുടെ പോലെ ബ്രാൻഡിയും ബിസ്കി റമ്മും എല്ലാം മേടിച്ച് കയറ്റിയില്ലേ. എവിടെ നിന്നൊക്കെയാ കുടിച്ചതെന്ന് എനിക്കറിയത്തില്ല. നേരം വെളുത്തപ്പോ തലയ്ക്ക് ഭയങ്കര വേദന, കൂടത്തിലടിച്ച പോലെ വേദനയായിരുന്നു. എന്നിട്ടിപ്പോ എന്ത് ചെയ്ത്? ഞാൻ രാവിലെ പിന്നെ പരിക്കാത്തിരുന്ന ഒരു കുപ്പി മോരും വെള്ളം ഇല്ലേ, അതെടുത്ത് അങ്ങ് കുടിച്ച്. ഇവിടെ എവിടുന്ന മോരും വെള്ളം? ആ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരുന്ന വെള്ളം. എന്റെ ദൈവമേ, അതെടുത്ത് കുടിച്ചോ? അതിനാ ഈശ്വര, അത് ഈച്ചക്ക് കലക്കി വെച്ച പുൽത്തൈലത്തിന്റെ ലോഷൻ അമ്മാവാ. ചുമ്മാ സത്യമായിട്ട് ഇവിടെ മോരൊന്നും മേടിച്ചില്ല. വെറുതെ അല്ല, ഞാൻ ഏമ്പക്കം വിട്ടപ്പോ ഒരു ഇഞ്ചിപ്പുല്ലിന്റെ മണം. നല്ല സുഖമുണ്ട്. ആണോ? ഞാനല്ലേ അവിടെ ചെന്ന് താലി കെട്ടാനുള്ളത്. നീ താലി കെട്ടണമെങ്കിലും ഇങ്ങനെ താലി കെട്ടുമ്പോ മുടി പൊക്കി പിടിച്ചു പെങ്ങളല്ലേ. എന്റെ പൊന്നലെ, ഞാൻ താലി എടുത്ത് ഇങ്ങനെ വച്ചല്ലേ ചേച്ചിക്ക് മുടി പൊക്കിയിട്ട് താലി കെട്ടാൻ പറ്റൂ. ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച അമ്മാവത്. ഇതൊരു കല്യാണം ഇവിടെ ചുമ്മാ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുത്. പണ്ട് കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടില്ലേ, വിദ്യാധരൻ സർവധനാ പ്രസന്നൻ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്തുവാ? അതൊക്കെ ഇവിടെ പറയണ കാരണന്മാര് മറ്റേ കാസർഗോഡുള്ള മാമീര മോൻ. അയ്യോ, ഇറങ്ങാൻ പറ. അവനാണെങ്കിൽ ഇറങ്ങത്തില്ല കേട്ടോ. ഇന്നലെ അവൻ ഉണ്ണായിരുന്നപ്പോ 3 പന്തിക്ക് ഇരുന്നവനാ. 1 പന്തി ആയിട്ടുള്ളൂ, ഇനിയും കിടക്കണു 2 പന്തിയോടെ. അതുകൊണ്ടാ പറഞ്ഞത്. ചക്ക ടൈമിംഗ് ഒക്കെ തെറ്റും. കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റില്ല. എന്റെ അളിയന്റെ കാര്യം വരുമ്പോ എന്താ അമ്മ ഇങ്ങനെ? ജാതകദോഷം അല്ല എന്തുവാ? ഇവൻ അതിനിടക്ക് ജാതക ദോഷം ഉണ്ടോ? ഇവനല്ല, എനിക്ക് ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് ഞാനാണ് എന്റെ വിധി. ഒരു പെണ്ണ് വന്നാലെങ്കിലും എനിക്കൊരു സ്വസ്ഥത ഉണ്ടാകുമെന്ന് കരുതി. ഇത് ജാതകദോഷമൊന്നും അല്ലെന്ന്, സമയദോഷം. അല്ലെങ്കിൽ എങ്ങാണ്ട് കിടന്ന കാസർഗോഡ് കിടന്ന് വന്നവൻ ഈ സമയത്ത് കയറി അതിന്റെ അകത്ത് കയറുന്ന കാര്യമുണ്ടോ? ഇഞ്ചിപ്പുല്ലിന്റെ നല്ല ഇഞ്ചിപ്പുല്ല്. അതെ, അവനെ വിളിച്ചിറക്കാൻ നോക്ക്. ഇറങ്ങണ വന്ന് ഇങ്ങോട്ട്. അളിയ, ഇതൊക്കെ അളിയന്റെ കുറ്റം തന്നെയാണ്. അളിയാ, എല്ലാ കാര്യത്തിലും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തില്ല. അല്ല, ഒരുപാട് ഇതുപോലെ ഒരു കക്കൂസ് പണിതിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാവും. അളിയാ, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ആദ്യം കെട്ടേണ്ടത് 3 കക്കൂസാ. അത്രേ ഉള്ളൂ. പിന്നെ അളിയൻ കൂടുതൽ വർത്താനം എന്ന് പറയണ്ട. അളിയ എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ ഒറ്റയ്ക്കാ ചെയ്തത്. അത് ആയിക്കോട്ടെ. അളിയ ഗൾഫിൽ പോയി ജോലി കണ്ടുപിടിച്ചത് ഞാൻ ഒറ്റയ്ക്ക്. പെണ്ണ് കണ്ടത് ഒറ്റയ്ക്ക്. ഈ കല്യാണം ഇവിടെ വരെ എത്തിച്ചത് ഞാൻ ഒറ്റയ്ക്ക്. അളിയാ, ഇതിനെല്ലാം കട്ടക്ക് സപ്പോർട്ടായിട്ട് ഈ അളിയൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? എപ്പാ? അളിയൻ ജോലി അന്വേഷിച്ച് നടന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല. കല്യാണം കഴിക്കാൻ ആലോചിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല. ഈ കല്യാണം തീരുമാനിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല. ഇതിൽ കൂടുതൽ ഒരു അളിയൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? നല്ല ന്യായം കേട്ടോ. അളിയ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ മൊത്തം ഈ കല്യാണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അളിയ, എനിക്ക് മനസ്സിലായി.
ഗൾഫിൽ അളിയൻ എന്തായിരുന്നു പണിയെന്ന് എനിക്കറിയാം. എന്താ കുഴപ്പം? അവിടെ നിനക്ക് എന്തായിരുന്നു പണി? ഞാൻ അവിടെ അറബിയുടെ അണ്ടറില്ല. അറബിയുടെ അണ്ടറിൽ എന്തായിരുന്നു പണി? കോൺക്രീറ്റ്. അപ്പൊ അവിടത്തേക്ക് അറബിയുടെ അണ്ടർ കോൺക്രീറ്റ് കൊണ്ടാണോ? ഒരു മര്യാദ വേണ്ടടാ. താമസിക്കണോ? സമയം കൂടി നീ അങ്ങോട്ട് കേറി. എന്താ ചേച്ചി അവൻ കാണിച്ച ശരിയാണ്? മഴവാള കേറിയിട്ട് ആരും കേറിയാ മതി. അളിയാ, അമ്മാവൻ അവിടെ തെങ്ങും ചോട്ടി പോയതല്ലേ? എടാ അവൻ പോയിട്ട് വലിയ ക്ലാരിറ്റി ആയില്ല. അവിടം വരെ പോവാൻ ഇനി പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നെ ഒന്ന് ഇറങ്ങ്. ഇറങ്ങത്തില്ല. ഫോൺ ബലടിക്കണ്ടല്ലോ. ഫോൺ ബലടിക്കുന്നുണ്ടോ? ഇവിടെ പെണ്ണിന്റെ അച്ഛൻ. അയ്യോ, പെണ്ണിന്റെ അച്ഛൻ. പെണ്ണിന്റെ അച്ഛൻ മണ്ഡപത്തിന്നാ. ആരും മിണ്ടല്ലേ? ഞാൻ പുള്ളി മിണ്ടോ നോക്ക്. മിണ്ടല്ലേ? എടുക്ക്. ഹലോ അച്ഛാ. ഓ അച്ഛാ, റെഡിയാ അച്ഛാ? ഇപ്പൊ ഇറങ്ങും അച്ഛാ. പോയാ വന്നോണ്ടിരിക്കും അച്ഛാ. പാതാളത്തിലോട്ടാ. ഓ അച്ഛാ, ശരി അച്ഛാ. ശരി. എല്ലാരും പോയോ? അമ്മ ഒരു കാര്യം പറയാം. മര്യാദക്കാ കളവരാനത്ത് നടക്കി വിട്. അവന്റെ അമ്മായിയപ്പനോട് സംസാരിച്ചപ്പോ അവൻ താന്ന് പാതാളത്തേക്ക് പോയിരുന്നല്ലോ. അമ്മനോട് സംസാരിക്കണോട്ടോ. മോനെ ഞാൻ കുളിച്ചടാ. നന്നായി. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അല്ല, നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോന്നെ? അന്ന് മണ്ഡപത്തിൽ ചെന്നിട്ടാണോ കഴിക്കുന്നത്? അടുക്കളയിരിക്കുന്ന അരിപ്പൊടി എടുത്ത് അവർ അണ്ണാക്കി ഇട്ടോളൂ. എന്റെ അമ്മായി അവിടെ ഉപ്പുമാവ് ഇരിപ്പുണ്ട്, അത് പഴം കൂട്ടി കേറ്റ്. അവിടെ ചെന്നാ പഴയ സാമ്പാറോടത്ത് കഴിക്കല്ലേ. ഇവിടെ ഇനിയും തിരക്കുണ്ടാക്കാൻ പറ്റൂല. ചെല്ലി അമ്മാവ ഒന്ന് ഇറങ്ങമ്മാവ. ഒന്ന് ഇറങ്ങ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ അമ്മാവനെ കല്യാണം വിളിക്കണ്ട. അതെങ്ങനെയാണ് കൊച്ചി? അപ്പൊ ഇവനല്ലാത്ത നിർബന്ധം. അച്ഛനില്ലാത്തതല്ലേ അമ്മാവന് ദക്ഷിണ കൊടുക്കണ്ടേ, അനുഗ്രഹം മേടിക്കണ്ടേ എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞാണോ? അനുഭവിക്കും. ചേട്ടാ, നിങ്ങൾ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. സമയം കൊണ്ടൊന്ന് വിളിക്കും. പൂജാരിയുടെ പണിയിടിയാ. പൂജാരി പണി തുടങ്ങിയോ? ഹലോ, ഞങ്ങണ്ടല്ല ഇവിടെ ചെറുക്കൻ നനയും കുളിയും ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളു. ആണോ? അയ്യോ, ശരി. അളിയാ, എല്ലാം പണി പാടി കഴിയാ. അവിടെ മണ്ഡപത്തിൽ പൂജാരി വന്നിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. മണവാട്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ കിട്ടു നടക്കൂല. വയ്യാടാ, എനിക്ക് വയ്യതിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. എന്റെ പൊന്നമ്മാവ ഇങ്ങനെ തൂങ്ങി നിക്കല്ലേ. മണ്ഡപത്തിൽ കേറി താലി എടുത്ത് പിന്നെ കൈ കൊടുക്കേണ്ടതാ. അത് വേറെ ആരെങ്കിലും എടുക്കാൻ പറയുന്നു. അതെന്തിനാ? എനിക്ക് കുഞ്ഞിന്ന് താലി എടുത്തു കഴിഞ്ഞാൽ മണ്ഡപം കമ്പറ്റ് രക്ഷാകുന്നു. ഇനി സമയമില്ല. നിന്ന് കഴിഞ്ഞാൽ കല്യാണം മുടങ്ങും. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് ഇറങ്ങിയേക്കാം. എന്റെ പൊന്നളിയെ ഇറങ്ങെന്ന് പറഞ്ഞ എനിക്ക് തുണിയൊക്കെ വേണ്ടേ? അളിയ തുണിയാണോ വലുത്, പെണ്ണാണോ വലുത്? പെണ്ണാണോ? എന്നാ ഇറങ്ങിക്കോ. നിന്റെ തുണി മഴയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ കയറി മാറ്റാം. അമ്മാവന് അനുഗ്രഹം വാങ്ങിച്ച് ദക്ഷിണ കൊടുക്ക്. എനിക്ക് വയ്യ. മതി, അത് മതി. പോലെ സമയം പോണ്ട. വണ്ടി എടുത്തോ. എനിക്ക് ദക്ഷിണ കിട്ടിയില്ല. കക്കൂസിന്റെ വാതൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായി വരും. അയ്യോ, ഇഞ്ചി പുല്ല്. നോക്ക്, മീശയൊക്കെ പിരിച്ചു തുടങ്ങി. ശരി, ഞങ്ങൾ ഇച്ചിരി അഹങ്കാരത്തില്. എന്താണോ ഇച്ചിരി അഹങ്കാരത്തിന്? നമ്മുടെ ഒരു സ്കിറ്റ് വരുന്നുണ്ട്. ഞങ്ങളുടെ കിട്ടുന്ന സ്കിറ്റ് ആയിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ ടീം. കൊതിയുണ്ടോ? അല്ലെ, എനിക്ക് സ്കിറ്റ് അല്ലേ, ഭക്ഷണമൊന്നും അല്ലല്ലോ. കൊതിയുണ്ടോ? ഞങ്ങളെ കൊതിയുള്ളൊരു ഒരു മാമന്റെ കഥയാണ് ഞങ്ങളുടെ സ്കിറ്റ്. കൊതിയുള്ള മാമന്റെ കഥയോ? ബേസിക്കലി നോബിന്റെ ഓട്ടോബയോഗ്രഫി. അപ്പൊ ഒരു കൊതിയോടുള്ള ഒരു മാമനും കൊതിയും കൂടെ ആയിട്ടുള്ള ഒരു സ്കിറ്റ് കാണാം. ഹലോ, എടാ ക്ലിറ്റസേ, ഇവിടെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. എന്റെ ഭാര്യനെയും വേലക്കാരനെയും കൂടെ ഞാനിപ്പോ അങ്ങ് പറഞ്ഞു വിടും. അവര് പൊക്കോളും. എന്തോ എടാ, നീ കൊണ്ടുവരാന്ന് പറഞ്ഞ കൊണ്ടുവന്നേ. വയസ്സാങ്കാലത്ത് മനുഷ്യന്റെ ഓരോ ആഗ്രഹങ്ങളാണത്. ഞാൻ അവളോട് ചോദിച്ചു. അവള് പറഞ്ഞു വയസ്സാങ്കാലത്ത് നിങ്ങൾക്ക് എന്തിന്റെ നോക്കുറവെന്നൊക്കെ ചോദിക്കണ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹങ്ങളിടാ. കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുമല്ലേ കേട്ടോ. ഓക്കെ. ഞാൻ ഇവിടെ ആരും ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിട്ട് വരാം കേട്ടോ. നീ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തോ.
എന്നെയും കൊച്ചമ്മയും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് മുതലാളിക്കും ക്ലീറ്റസിനും കൂടെ ഡിങ്കോൾഫി. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഈ വീട്ടിൽ വേറെ ആരെ അഭിഹിതം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞമ്മ, ഓ കൊച്ചമ്മ, കൊച്ചമ്മ, എടാ കിടന്ന് വിളിച്ച് കൂവാകടാ, വരണടാ. എന്തടാ ദാമു? അയ്യോ ദാമു ആണാ രാമു? എന്താ രാമു പറ. ഇവിടെ ഒരു അഭിഹിതം നടക്കാൻ പോണു. ആരൊക്കെ? ഞാനും കൊച്ചമ്മയും. അയ്യേ. അതല്ല, പിന്നെ മുതലാളിയും ക്ലീറ്റസും കൂടെ. സെറ്റ് സാരി ഉടുത്തോണ്ട് തെറ്റിദ്ധരിക്കല്ലേ. നീ കാര്യം എന്താണെന്ന് തെളിച്ച് പറ എന്റെ രാമു. കൊച്ചച്ച ഇല്ലേ? കൊച്ചച്ഛനാ? അല്ല കുഞ്ഞമ്മേ. കുഞ്ഞമ്മേ? അച്ചപ്പോ. അച്ചപ്പോ? ഇവിടുത്തെ സാറല്ലാത്തോരെന്നാ വിളിക്കുന്ന മുതലാളിയടാ. മുതലാളിയും ക്ലീറ്റസും കൂടെ നമ്മളെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്തോ ഡിങ്കോൾഫി ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. അനാവശ്യം പറയരുത് കേട്ടോ എന്റെ ചേട്ടനെ പറ്റി. 10-45 കൊല്ലമായി ഞാനും അങ്ങേരും കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാനല്ലാതെ അങ്ങനെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. എന്തോന്ന്? നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോയതിന് ശേഷം അവരോട് ഒരു പെണ്ണിനെ വിളിച്ചു വരുത്താൻ പോണ്. എടാ അത് പെണ്ണൊന്നും ആയിരിക്കൂലടാ, വല്ല കുപ്പിയുടെ കാര്യമായിരിക്കും കൊണ്ടുവരാൻ ക്ലീറ്റസിന്റെ അടുത്ത് പറഞ്ഞത്. ഈ അലമാര ഇരിക്കണ കുപ്പി ഞാൻ കുടിച്ചിട്ട് പോലും തീരല്ല, പിന്നെയാണ് അങ്ങേരെ കുടിക്കാൻ. ഇവിടെ പെണ്ണിനെ വിളിച്ചിറക്കാൻ പറ്റും. സംശയം ഉണ്ടാ കൊച്ചമ്മയ്ക്ക്? സംശയം ഉണ്ടാ? ഉണ്ട്. മുതലാളി വരുമ്പോ നമ്മൾ പോണില്ല എന്നൊന്ന് പറഞ്ഞു നോക്ക്. തന്നെ എന്നാ വരട്ട്. ഇത് എന്തുവാന്ന് ഇത്? ഒരു കാര്യത്തിന് നമ്മൾ പോകാനായിട്ട് ഏൽപ്പിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാന്ന് പറഞ്ഞല്ലേ, കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ ഉത്തരവാദിത്വ കുറവല്ലേ ഇത്? ഇറങ്ങോട്ട് ചേട്ടാ. ചേട്ടന്റെ മുഖത്തിനൊക്കെ ഭയങ്കര ക്ഷീണം ചേട്ടാ. എനിക്കോ? ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവും? എന്ത് ദൈവത്താ, എനിക്കൊരു കുഴപ്പമില്ല കണ്ടത്. ഐ ആം റെഡി. അയ്യോ ഒരു പ്രശ്നമില്ലടി എനിക്ക്. വയസ്സായൊന്നും നോക്കണം, ഞാനിപ്പോഴും 18 നിങ്ങളൊന്ന് പോ. നനഞ്ഞ പടക്കത്തിന്റെ ചീറ്റല് കണ്ട ഞാൻ വണ്ടിയെ കൊണ്ട് ഇതൊക്കെ കയറ്റി വെക്കാവേ. പെട്ടെന്ന് വിളിച്ചോണ്ട് പോടാവേ. ഞാൻ പറഞ്ഞ മതി. എനിക്ക് മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി. കട്ടിലിൽ കിടന്നിട്ട് കയറി തൂങ്ങി എണീക്കണ മനുഷ്യനാണ് ഇപ്പൊ ഒറ്റയടിക്ക് 3 പുഷപ്പ് അടിച്ചത്. മാത്രമല്ല കറങ്ങി അടിച്ചേക്കണം. കറങ്ങിയടിയല്ലടാ, അങ്ങനെ ക്രിമിയടിയാണ്. അത് ഞാൻ ഇന്ന് തീർത്തു കൊടുക്കും ഞാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, പോണത് പോലെ അഭിനയിക്കും. എന്നിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് അതുവഴി കറങ്ങി അടുക്കള വഴി കയറി നമ്മള് ബെഡ്റൂമിൽ ഇരിക്കും. കൊച്ചമ്മ, മുതലാളി അങ്ങനെ കാണിച്ചെന്നും പറഞ്ഞോണ്ട് ഞാൻ നന്ദിയോട് കാണിക്കില്ല. അതല്ല പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങേരെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരിക്കുമെന്ന്. വിളിച്ചിരിക്കോ? കൊച്ചമ്മയ്ക്ക് ഒരു കാര്യം അറിയാമോ? മനിതൻ ഉണർന്നു കൊള്ള ഇത് മനിതക്കാതലല്ലേ, മതിലിൻ ചാടി അവിഹിതമാനത്. അപ്പൊ നമുക്ക് പോവാം. രാമു, നമുക്ക് പോവാടാ. പോവാം. വാ, ഇറങ്ങ്. പോകുന്നു. വാ. വയ്ക്കും. വാ, പോവാം. പോടാ, രണ്ടുപേരും പോടാ. ഇല്ലല്ല, ഇനി പ്രശ്നമൊന്നുമില്ല. എന്നെ എടാ, നീ പെട്ടെന്ന് പാടാവേ. മനുഷ്യനിവിടെ എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേലായിരിക്കും. വാ. കൃഷ്ണൻകുട്ടി, ഞാൻ വരുന്ന വഴിക്ക് ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് ഒരാളുടെയും കണ്ണിപ്പെട്ടിട്ടില്ല. എനിക്കാണ് ആകെ ടെൻഷൻ. ദൈവത്തെ ഓർത്ത് നീ എന്നെ ഞാൻ ആദ്യമായിട്ടായി പണിക്ക് കൂട്ടി നിൽക്കുന്നത്. എക്സർസൈസ് ക്ലിറ്റസ്, നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ ഒരു പ്രശ്നവും ഇവിടെ അവരൊക്കെ പോയില്ലോ. ഇനി വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പ്രശ്നമുണ്ട്. ഒരു കാരണവശാലും ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം നിന്റെ ഭാര്യ അറിയാൻ പാടില്ല. മനസ്സിലായി? അറിഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഈ ലോകം മൊത്തം പറഞ്ഞ് നാറ്റിക്കും. അല്ലെങ്കിലും ഞാൻ ഇന്ന് നിന്നെ നാറ്റിക്കൂടാ ക്ലീറ്റസേ. അവൾ അറിയില്ല. എന്നാലും എന്റെ ക്ലീറ്റസ് എങ്ങനെ ഒപ്പിച്ചത്? ഓൺലൈൻ ആപ്പ് വഴി സെറ്റ് ചെയ്തു. എടാ, ഓൺലൈൻ വഴിയൊക്കെ ഇത് കിട്ടൂടാ? ആവശ്യക്കാരന് ചൊവ്വെന്നും വരും. ഒന്ന് കാട്ടെ. നീ കണ്ടിട്ട്
ഒന്ന് വിളിച്ചല്ലേ നീ വിളിച്ചേ കൊതിയ എവിടെ എത്തി ഹലോ ഹലോ ആ ഇപ്പൊ എവിടെ എത്തി സർ 2 മിനിറ്റ്സ് സർ അത് വരാം 2 മിനിറ്റ്സ് ഓക്കെ വഴിയൊക്കെ അറിയാലോ അല്ലേ അറിയാം സർ ഈ കേറി വരുമ്പോ ആരെ ശ്രദ്ധിക്കാനൊന്നും നിൽക്കണ്ട വരുന്ന പാടെ ഒരു പച്ച ഗേറ്റ് കാണും അത് തുറന്ന് കേറി അങ്ങ് പോന്നാ ഓക്കെ സർ ഓക്കെ ഓക്കെ താങ്ക് യു ഫോണിൽ കണ്ടപ്പോ തന്നെ ഇങ്ങനെ ആക്രാന്തം നേരിട്ട് കണ്ടാലാ ഒന്നും നടക്കൂല അല്ല നടക്കാൻ ഞാൻ സമ്മതിക്കൂലെന്നു വന്നു വന്നു നീ പോയി വിളിച്ചോണ്ടോ ഞാനാണ് ആവശ്യക്കാരൻ നീയല്ലേ അല്ലടാ നീ പോയി വിളിച്ചോണ്ടോ ഞാൻ പോവില്ല നീ പോ ഞാൻ പോയി നീ പോയി വിളിച്ചോണ്ട് വാ ഞാൻ പോവില്ല നീ ഞാൻ പോടാ. പോയി വിളിച്ചാ മതിയോ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നാ മതിയാ അല്ല അല്ല എടാ പരട്ട ക്ലീറ്റസേ നിങ്ങളൊരൊറ്റ ഒരുത്തനാണ് എന്റെ അണ്ണനെ ചീത്തയാക്കണത്. ഞാൻ അങ്ങനെ ചീത്തയാക്കിയതല്ല പിന്നെ എന്നോട് ഒരു ആവശ്യം പറഞ്ഞു ഞാനത് ചെയ്തു കൊടുത്തത് മാത്രമേ ഉള്ളൂ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഉടനെ നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവോ? എന്റെ കാല് പിടിക്കാൻ എന്റെ കാലൊന്നും പിടിക്കണ്ട. അങ്ങോട്ട് പോ. കൊച്ചമ്മ വാതില് ഞാൻ തുറക്കാം എനിക്ക് അവളെ ഒന്ന് കാണുകയും വേണം അവളെ നമ്പറും വേണം ഹായ് 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 ഹായ്. ആ ഒരെൺപട്ടവളെ അങ്ങ് തൊപ്പി വെച്ച് ഇറങ്ങിയിരിക്കുന്ന ഷിമിട്ടി. എടി നീ ഇതുപോലെ കുടുംബത്തിൽ കയറി കളിക്കുമല്ലേടി? നല്ല കുടുംബം ചീത്തയാക്കാൻ വേണ്ടിയാണടി നീ ഒരുങ്ങി കെട്ടി ഇറങ്ങണത് രാവിലെ. അപ്പച്ചാ അപ്പച്ചാ ഏതാ അപ്പച്ചാ ഈ തള്ള തള്ളേന്നൊക്കെ വിളിച്ചാണ്ടല്ല. എന്തുവാന്നേ ഇത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇവിടുന്ന് ആരെങ്കിലും ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്താ? ഞാനാ ഓർഡർ ചെയ്തേ അപ്പച്ചനാണോ ഓർഡർ ചെയ്തത്? ഞാനാ ഓർഡർ ചെയ്തേ ആ അത് കൊടുക്കാൻ വന്ന ഡെലിവറി ഗേളാ ഞാൻ. ഫുഡാ? പായസം പായസം പായസോ? ഞാൻ പായസം കുടിക്കാൻ ആഗ്രഹിച്ചു നീ സമ്മതിക്കൂലല്ലോ അതുകൊണ്ട് എന്നോട് പ്രത്യേകം പറഞ്ഞു പായസം വേണം എത്ര വർഷമായി അവൻ കഴിച്ചിട്ട് ഒരു ആഗ്രഹമല്ലേ വേറെ അസുഖമുള്ളതുകൊണ്ട് നീ കുടിപ്പിക്കല്ല. ചിലോടത്ത് ശരിയാവും ചിലോടത്ത് ശരിയാവൂല പൊളിഞ്ഞു പോയി പായസം ഇപ്പൊ ആർക്കാ വേണ്ടത്? ആ അവിടെ അവന് ഇതാ അതെ അമ്മച്ചി വായി തോന്നുന്ന വിളിച്ചു പറയുമ്പോഴേ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഒന്ന് അന്വേഷിക്കണം. ആ ഞങ്ങൾക്ക് അസോസിയേഷൻ ഒക്കെ ഉള്ളതാ. മോളെ വേണ്ട, നീ വയറ്റിൽ വഴിയാണോ പോണേ? എന്നാ പിന്നെ ഞാനും വേണം എനിക്ക് പോവാ. ഞാനും വരുവാ. എന്റെ കൂടെ വരണ്ട, നീ വേറെ വണ്ടിക്ക് പോയി. പഞ്ചസാരന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതി കാണിച്ച് അപ്പ പിടഞ്ഞു വീഴാൻ നിൽക്കണ നിങ്ങളാണ് മനുഷ്യ പായസം കുടിക്കാൻ പോണത്. നീ സമ്മതിക്കൂല പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് കുടിച്ചിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായി പോവൂലേ? അത് അറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ പായസം. ഇതിനേക്കാളും വല്ല പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കായിരുന്നു. എന്നാലും നിങ്ങൾ ഈ പായസം വാങ്ങിച്ചത് അതെനിക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റൂല മനുഷ്യ. എനിക്കത് മനസ്സിലാവൂല. പോ കരയാതെ എന്റെ പൊന്നു കരയാതെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളാം. നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ഞാൻ ഇനി പായസം കുടിക്കൂല. നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം അനുസരിച്ചോളാം. ഈ ഇടയ്ക്ക് നീ ഒരു സാധനം വിട്ടായിരുന്നല്ലോ, പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ കുഴപ്പമുണ്ടോ? പരട്ടക്കളവാ. എല്ലാരും അങ്ങോട്ട് നീങ്ങില്ല ആരും ഫോട്ടോ എടുക്കരുത്. പ്ലീസ് പ്ലീസ് ആരും ഫോട്ടോ എടുക്കരുത്. ആരും ഫോട്ടോ എല്ലാവരും ദൂരോട്ട് നിൽക്കണം. എല്ലാവരും മാറിക്കണം. ആരും ഫോട്ടോ എടുക്കരുത്. ഹലോ ഹലോ എന്താ പറഞ്ഞേ? ആരും ഫോട്ടോ എടുക്കരുത്. എല്ലാവരും ദൂരോട്ട് മാറണം. എല്ലാവരും ദൂരോട്ട് പ്ലീസ് ഫോട്ടോ എടുക്കല്ലേ. ആര് വരുന്ന ഇവളുടെ ഫോട്ടോ എടുക്കാൻ? വേണ്ട 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 ഒന്നും ചെയ്യണ്ട. അല്ല ഇതാരാണ് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താ പറഞ്ഞപ്പോ എന്താ പറഞ്ഞാ? അതിന് ആര് വരുന്ന ഇവളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ? വേണ്ട വേണ്ട ഇവിടുത്തെ ആകെ ബോഡി കാരനുള്ള ഒരു ഡയലോഗാണ് ആരും അടുത്ത് പറയുന്നത് ഫോട്ടോ എടുക്കരുത്. അതെങ്കിലും എന്നെ പറയാൻ സമ്മതിക്കണം കേട്ടാ. അതാണ് ഓക്കെ മനസ്സിലായല്ലോ തോന്നുന്നു. മനസ്സിലായി. ഇതിപ്പോ പക്ഷേ ബോഡി ഗാർഡ്, മേഡത്തിന്റെ ബോഡി ഗാർഡ്. ബോഡി ഗാർഡ് ഒന്ന് കൈ ലൂസാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കാറുള്ളൂ. അങ്ങനെ നിൽക്കുള്ളൂ. ഇത് പക്ഷെ ഇങ്ങനത്തെ ഒരു ബോഡി ഗാർഡിനെ ഞാനൊരിടത്ത് കണ്ടില്ല. എന്താണ് നീ ഇങ്ങനത്തെ ബോഡി ഗാർഡിനെ കണ്ടിട്ടില്ലാത്തത്? ഞാൻ ഈ ഇഷ്ടം പോലെ സ്ഥലത്ത് പല പരിപാടിക്കും പോയിട്ടുണ്ട്. പല നടിമാരുടെയും നടന്മാരുടെയും ബോഡി ഗാർഡ് വരുന്നുണ്ട്. എത്രയോ നല്ല ബോഡി ഗാർഡ് ഉണ്ട്. ഇങ്ങനെ എന്തിനാണ് സെലക്ട് ചെയ്ത് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഇന്ന് വരെ കണ്ട ബോഡി ഗാർഡ് ബോഡീന്റെ പിന്നിൽ നിന്ന് നടന്ന് ഒരു എളിമയോടെ. ഇയാളാണെങ്കിൽ ഇയാൾക്ക് ബോഡി ഗാർഡ് മറ്റേ ആർട്ടിസ്റ്റിനോട് ജാസ്തി ചാടയാണ്. ബോഡിയെ നയിച്ചോണ്ട് വരികയാണ്. അല്ലല്ല ഇത് വിജിലന്റ് ആയിട്ടുള്ള അങ്ങോട്ട് തള്ളരുതേ. ക്യാമറ അത് ക്യാമറയാണ്. അത് ക്യാമറ അത് ക്യാമറ തള്ളിയാളാണ്. കണ്ണു കാണുന്നുണ്ടോ? കണ്ണു കാണുന്നുണ്ടോ? കാണാം. നിങ്ങൾ നേരെ എന്താ നിക്കാത്തത്? പ്രശ്നമുണ്ടോ? ഞങ്ങൾ ബോഡി ഗാർഡ് സാധനം ഇങ്ങനെ അതങ്ങനെ നിൽക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ജനസാഗരങ്ങളിലൂടെ ഇങ്ങനെ നടന്നിറങ്ങി പോകുമ്പോൾ അവിടെ
ഇല്ല കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടി സേഫ് ആണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദൂരേന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിൽ ആരെങ്കിലും ഒരാൾ എന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവിടെ എന്റെ ബോഡി ഗാർഡ് ശക്തമായി നിന്ന് അലറി വിളിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ. അത് അല്ലല്ല, നമ്മളത് കളിയാക്കണം. ഞാൻ ഇത്രയും നേരം പുള്ളിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാര്യം അത് ഭയങ്കര ഒരു കഴിവാണ്. ഒരു ബോഡി ഗാർഡ് 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരാൾ ആക്രമിക്കാൻ വന്നാലും മനസ്സിലാക്കും. അത് അല്ലേ ആ കഴിവ് എങ്ങനെയാണ് ബോഡി ഗാർഡെ? ഞാൻ അങ്ങനെ ആർത്തും പറയാമല്ലോ, വേണമെങ്കിൽ പറയാം. ഇല്ല പറയും. അതായത് എനിക്ക് 2 കിലോമീറ്റർ വരുന്നതായാലും 5 കിലോമീറ്റർ വരുന്നതായാലും 10 കിലോമീറ്റർ വരുന്നതായാലും മേഡത്തിനെ ആക്രമിക്കാനായിരിക്കും. കാര്യം എല്ലാ സ്ഥലത്തും ശത്രുക്കളെ പരിപാടി ബുക്ക് ചെയ്തവര്, പരിപാടി കണ്ടവര്, അങ്ങനെ എല്ലാവരും മേഡത്തിനെ തിരക്കി അടിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് ദൂരെ നിന്ന് വരുമ്പോഴേ ശത്രുക്കളാണെന്ന് എനിക്കറിയാം. സോറി മേഡം. സീരിയസ് ആയിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ അതൊന്ന് പറയണം പ്ലീസ്. ഈ തള്ളവരലുണ്ട് അഭ്യാസം കാണിക്കുന്നത്. പറയുന്നതാണോ? അല്ലല്ല, തള്ളവരലുണ്ട് അഭ്യാസം. എനിക്ക് മനസ്സിലായി. ഈ തള്ളവിരലുകൊണ്ട് ഈ ബോഡി ഗാർഡ്സ് ഒക്കെ പുഷപ്പ് അടിക്കും. അതൊക്കെ പിള്ളേർ തള്ളവിരല് നമ്മളിങ്ങനെ വണ്ടി വലിച്ച് പാറക്കല്ല് തള്ളി മാറ്റുന്നതാണ്. അല്ലല്ല, പിന്നെന്താണ് തള്ളുന്നാണോ? അല്ലല്ല, ഞാൻ തള്ളവരല് കൊണ്ട് മുതു ചൊറിയും. ഇതാണ് വലിയ കാര്യം. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. തള്ള നീ ചേടാ അല്ല അത് നിങ്ങൾ ചെയ്തു നോക്ക്. ചെയ്ത് നോക്കി. ചെയ്താണ്. പിന്നെ ഇല്ല ചേട്ടാ, അത് ശരിയാ തള്ളവിരലുണ്ട്. ഇത് പാടാണ്. ഇത്തിരി പാട് തന്നെ. ഈസി ആയിട്ട് നമ്മള് ചെയ്യും. നമ്മള് പൊന്നെ പോലെ ചെയ്യും. നമ്മള് കണ്ടാ ഈ സൈഡ് വന്നു. മാഡം ഇത്തിരി നഖം വളർത്തണം കേട്ട. കാര്യം ആഞ്ഞു തുറഞ്ഞാലേ വല്ല കേൾക്കൂളനി. കണ്ടു ഈ തല ഇത്രയും കഴിവുള്ള ഈ ബോഡി ഗാർഡ് ഇല്ലേ, നിങ്ങൾ എന്ത് ബോഡി ഗാർഡാണ്? ഞാൻ ബോഡി ഗാർഡാണ്. ഇല്ലില്ല, ഇന്നലെ എലീനയ്ക്ക് AI ക്യാമറയിൽ പെറ്റി അടിച്ച്, നിങ്ങൾ അറിഞ്ഞ? ഞാൻ ഇല്ലായിരുന്നു. ഇന്നലെ എന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ക്യാമറ അടിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ തടഞ്ഞാനാ ഞാൻ ഫ്രണ്ട് കയറിയുന്നത്. കൊള്ളാം. എന്റെ ബോഡി ഗാർഡ് സ്മാർട്ടാണ്, സൂപ്പറാണ്. ട്രംപ് വിളിച്ചിട്ട് പോലും പോയില്ല. ട്രംപ് വിളിച്ചിട്ട്. ഏത് ട്രംപ്? അമേരിക്കയിലെ ട്രംപ്. അതെന്ത് പോത്തത്? ഇംഗ്ലീഷ് പഠിക്കണം. അതെ, ഇംഗ്ലീഷ് പഠിക്കാനേ ആകെ നേരത്തെ പറഞ്ഞില്ലേ, ആകെ ബോഡി ഗാർഡിന് മാറി നിൽക്കും, ആരും സെൽഫി എടുക്കല്ലേ, 2 ഡയലോഗേ ഉള്ളൂ. ഡയലോഗ് ഇംഗ്ലീഷിൽ പഠിക്കാൻ അറിയില്ല. അത് പഠിക്കണ്ടേ? അത് പഠിക്കണമെങ്കിൽ 3 വർഷം എടുക്കും. ആകെ 2 വർഷമുള്ള ഡ്യൂട്ടി. അതുകൊണ്ട് ഞാൻ നൈസ് അങ്ങ് വിട്ടു. ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, മനക്കെട്ടി വേണം, ധൈര്യം വേണം, എന്ത് വന്നാലും ചെറുത്ത് നിൽക്കാൻ കഴിവണം. വെടിയുണ്ട വന്നവരെ തട്ടി മാറ്റും. അതാണ് ഞങ്ങൾ ബോഡി ഗാർഡ്. അതാണ് ബോഡി ഗാർഡ്. എന്ത് വന്നാലും മനക്കെട്ടി വേണം. മനക്കെട്ടി തടഞ്ഞ് അത് അതിനുള്ളൊരു ധൈര്യമാണ്. സൂപ്പറല്ലേ ഇത്? പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്തവരാണ് ബോഡി ഗാർഡ്. ഞാൻ നിങ്ങൾക്ക് വികാരം ഉണ്ടാക്കി തരട്ടെ? ഞാൻ വരട്ടെ? എന്താണ്? ഞാൻ വരാം. കാണണല്ലോ നമുക്ക്. ഇപ്പൊ നീ എന്ത് ചെയ്യുന്ന? ഒരു വികാരം വരൂലെന്നല്ലേ? ഒരു വികാരം വരൂല. ഞാൻ നോക്കാം വികാരം വരൂല്ലോ. ചിരി ഇക്കിളിയാക്കി ചിരി. നീ എന്നാ ചിരി? അഖില നന്നായിട്ട് ക്ലിയർ. നല്ല അഖിലേട്ടാ ഞങ്ങള് വരാം. ഞാനും ഡയാനയും പിന്നെ നിങ്ങളങ്ങ് മറിക്കും ഇപ്പം. നോക്കട്ടെ. തമാശ പറഞ്ഞല്ലോ, ഒരു വികാരമില്ല. ബോഡി ഗാർഡ് ആവേണ്ട ആള് തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്നേ. ഒന്നും ആവുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യും. ഇവിടെ നിപ്പിടും. ഇവിടെ ഇപ്പൊ നോക്കിയോ? തെറ്റായില്ലേ? ഞങ്ങള് തുടങ്ങിക്കോട്ടെ. ഞങ്ങൾ എത്ര പേരെ എക്കിലിട്ടവരാന്നറിയോ? ഓഹോ, ഞങ്ങൾക്ക് അതിൽ മാസ്റ്റർ ഡിഗ്രി വരെ ഉണ്ട്. ഡാൻസ് വിത്ത് ഇക്കിളി ഒന്നും നടക്കില്ല. ചിരിപ്പിച്ചിട്ടേ പോവാവൂ. പക്ഷെ പുള്ളി മിണ്ടുന്നില്ല. ആഹാ നോക്ക്. എന്താ ഇങ്ങനെ? അതാണ് ബോഡി ഗാർഡ്. കണ്ടാ? ഓക്കെ ഗേൾസ്. ചേച്ചി മരം പോലൊരു മനുഷ്യൻ. ഒന്ന് മാറൂ, നീ ഞാൻ വരട്ടെ. കരയുന്നോ?
ഈ രണ്ടുപേര് വന്ന് ഇവിടെ കിടന്ന് അറിഞ്ഞാൻ പുറഞ്ഞ ഇയാളെ ഇത് കാണിച്ചിട്ട് ഇയാൾക്ക് ഒരു അനക്കമില്ലായിരുന്നു. ചേച്ചി വന്നപ്പോ എന്ത് പ്രശ്നം? പിന്നെ അവര് വരുമ്പോ ഞാൻ ഇക്കളായെങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നു. ഞാൻ ഇതിനു വേണ്ടിയാണ് പിടിച്ചിരുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ബോഡി ഗാർഡിനെ കൊണ്ടാണ് എലിയിലെ നടക്കുന്നെങ്കിൽ ഉറപ്പായും എലിയിലേക്ക് പിടിയിട്ട് ഇയാൾക്ക് പിടിക്കും. അങ്ങനെ പറയരുത്. അത് ഞാൻ ഇതിനു മുമ്പ് വേറെ നടിയുടെ കൂടെ നിന്നിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ആന വരണ്ടോ? ആനമുളകി ആന ചൂണ്ട് വരല് നിർത്തിയാണ് ഞാൻ എന്റെ നടിയെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. 1 മിനിറ്റ് ഞാൻ ആനയെ ചൂണ്ട് വരണം. അത് കഴിഞ്ഞ് ഈ ആന എന്റെ അടുത്ത് വന്നിട്ട് തുമ്പിക്കേക്ക് ചൂരിട്ടി ഒരു ഒറ്റ ഏറി. അങ്ങനെ 4 മാസം ഞാൻ ഭ്രാന്താശുപത്രി കിടന്നു. അതെന്ത് കള്ളത്തരവാണ്? അല്ല എന്തറിയാമോ, ആന ചുരുട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും ഒടിഞ്ഞ് മെഡിക്കൽ കോളേജിലല്ലേ കിടക്കേണ്ടത് ചേച്ചി? ആന എടുത്ത് എറിഞ്ഞില്ലേ, അപ്പൊ എന്റെ തല എന്നൊരു തെങ്ങിലിടിച്ചു. അതിന് ചേട്ടൻ ഞാൻ പരിസര ബോധമല്ലാതാണ് സംസാരിക്കുന്നത്. ആണല്ലേ? രാവിലെ ഫെവിക്കൊക്കെ എടുത്ത് പെല്ല് കഴിക്കും, എന്നിട്ട് 4 ദിവസം വാ ഒട്ടി അങ്ങിരിക്കും. അങ്ങനെയുള്ള ചില ടിന്നർ കുടിക്കും, വിമർശം കുടിക്കും. ഇന്നെന്താ ചെയ്തേ? ഇതായിട്ട് തന്നെ 4 മാസം കൊണ്ട് ഒരു ഭ്രാന്താശുപത്രി. അപ്പൊ ചുരുക്കി പറഞ്ഞ ചെറിയൊരു തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് ഇയാള്. അതുകൊണ്ടല്ലേ ഞാൻ ഈ മേഡത്തിനോട് ജോലിക്ക് കയറി. തലയ്ക്ക് വെളിവുണ്ടായിരുന്നെങ്കിൽ നല്ല ആൾക്കാരുടെ കയറിയാണ്. ഫ്ലാഷ് അടിച്ചല്ല, ഫോട്ടോ എടുത്ത ഫ്ലാഷ് അടിച്ചു, മിന്നലടിച്ചത്. മിന്നലടിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇടിക്കുമ്പോ വീട്ടിൽ പോട്ട് ഇടിയുടെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ വീണ്ടും തലയ്ക്ക് സുഖമില്ലാതാവും എന്നൊരാൾ പറഞ്ഞു. മേഡം ആണെങ്കിൽ കളാക്കിക്കോ, കുഴപ്പമില്ല. എനിക്ക് ഇക്ലി ആക്കണ്ട. അഖില സേവർ ലതാജി, എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. പക്ഷെ ഞാനത് ഇപ്പൊ തന്നെ സോർട്ട് ചെയ്യാം. നമുക്ക് വേഗം വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇവിടെ അങ്ങ് പോവാം. ഓക്കെ? അപ്പൊ ഇന്ന് ആർക്കാണ് എന്തെങ്കിലുമൊക്കെ അവാർഡോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടോ നമുക്ക്? എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു അവാർഡും ഇല്ല, ഒരു റിവാർഡും ഇല്ല, ഒന്നുമില്ല. എല്ലാം മൂപ്പരുടെ അടുത്ത്. എന്താരോ അളിവില്ലാത്തോണ്ടേ നമ്മൾ കൊടുത്താൽ ആള് കോമഡി മാസ്റ്റേഴ്സിനെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതുവരേക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. Why so serious? കോമഡി മാസ്റ്റേഴ്സിൽ ഇനി full on fun. സീരിയസ് ആയിട്ട് വിളിക്കാണോ? ഇടയ്ക്കിടയ്ക്ക് ഉളുക്കും ബോഡി ഗാർഡിന്റെ സത്യം.